കുറ്റവാളികളെ 100 ദിവസത്തിനകം നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചിയിൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രോസിക്യൂഷൻ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ പരിശീലന സംവിധാനങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അതിവേഗ അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കി കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കുറ്റം നടന്ന് 100 ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കി പ്രതിയെ ജയിലിലെത്തിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ദിവസത്തിന് ഒരു പ്രത്യേകത നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ മലയാള ഭാഷാ നിയമം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് സർക്കാർ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാ മേഖലകളിലും മാതൃഭാഷയുടെ ഉപയോഗം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമനിർമ്മാണം നടന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തനിക്കെതിരെയുള്ള വിചാരണ നടക്കുമ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ വിധേയനാകുന്ന വ്യക്തി വല്ലാത്തൊരു നിസ്സഹായതയിൽ എത്തിച്ചേരും. എന്താണ് തന്നെക്കുറിച്ച് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്ത് 15 സ്ഥിരം പോക്സോ കോടതികളും 50ഓളം അതിവേഗ കോടതികളും നിലവിലുണ്ട്. ഈ കോടതികളിലെല്ലാം പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. കേരളം ലോകത്തിന് മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരളത്തിലെ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് പ്രോസിക്യൂഷൻ സംവിധാനവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കേരളത്തിൽ കേസുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഞങ്ങളൊക്കെ പാർലമെന്റിലുള്ളപ്പോൾ ചോദിക്കുകയും നിങ്ങളോട് വലിയ സമാധാനം എന്ന് പറയുമ്പോൾ കേസുകളുടെ ക്രൈം റെക്കോർഡ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ അവരോട് പറയും, കേരളത്തിൽ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടും. നിങ്ങളുടെ അവിടെ തല പോയാലും പഞ്ചായത്ത് കൂടിയിട്ടാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എന്ന് മാത്രമല്ല, കൺവിക്ഷൻ റേറ്റും ഒക്കെ ഡ്രഗ്സിന്റെ കേസുകൾക്കകത്ത് ഇപ്പോൾ 99% കൺവിക്ഷൻ റേറ്റുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ചടങ്ങിൽ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റിന്റെ ലോഗോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ഓൺലൈനായി പ്രകാശനം ചെയ്തു. രജത ജൂബിലി സുവനീറിന്റെ കവർ ചിത്ര പ്രകാശനം അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് നിർവഹിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ കെ ഫരീദ മജീദ്, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. പെരുന്നാൾ പ്രമാണിച്ച് നല്ല വമ്പൻ കളക്ഷൻസ് ആണ് സോൾട്ട് വന്നിട്ടുള്ളത്. 100 രൂപയ്ക്ക് കുട്ടികളുടെ പാൻസ്, 999 രൂപയ്ക്ക് 3 ജീൻസുകൾ. ഇനി പെരുന്നാൾ കളറാവും. കൊച്ചി ചുള്ളിക്കലിലെ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലെ ദ സോൾട്ട് ഫാഷൻ.